form partial differential equation by eliminating arbitrary function x by z is equal to phi of x plus y plus z. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നിരിക്കുന്ന ടേം എക്സ് വൈ ഇസഡ്. ഇതിൽ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇവിടെ രണ്ട് ടേംസ് ഒരേ ടൈമിൽ വരികയാണ് എന്ന് വെച്ചാൽ എക്സും ഇസഡും. ഇനി വൈയിൽ ചെയ്യുന്ന സമയത്ത് വൈയും ഇസഡും വരും. അപ്പോൾ ഇതിൽ രണ്ട് ടേം വരുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേഷൻ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എക്സ് വൈ ഇസഡ് ഈസ് ഇക്വൽ ടു ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്നുണ്ട്. അതിൽ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ടേമാണ് പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച് ചെയ്യേണ്ടത്. സോ പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ആൻസർ, ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സും ഇസഡും ആണ് ആവശ്യം. അപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് എക്സ് ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇസഡ് ആണ്. ആ ഇസഡ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഇൻറ്റു 1 ആണ്. ഇനി ഇതിൽ തന്നെ കോമൺ ആയിട്ട് എന്തുകൂടെ ഉണ്ട്? ഒരു ചേഞ്ചും ഇല്ലാത്തൊരു കോൺസ്റ്റൻ്റ് കൂടെ ഉണ്ട്. അത് ഞാൻ പുറത്തെടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് LHS പാർട്ടി കിട്ടിക്കഴിഞ്ഞു. ഇനി RHS പാർട്ട് എങ്ങനെ കിട്ടും? ഇസ് ഇക്വൽ ടു ഫൈ ഓഫ് ഈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് അതുപോലെ തന്നെ എഴുതുക. ഫൈ എന്ന് പറയുമ്പോൾ ഫൈ ഡാഷ് ആയിട്ട് മാറും, കാരണം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അകത്തുള്ള ടേമും നമ്മൾ എടുക്കണമല്ലോ. അപ്പോൾ അകത്തുള്ള ടേം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പം എങ്ങനെയാണ് വരുന്നത്? എക്സിൻ്റെ അവിടെ 1 വരും, വൈ കോൺസ്റ്റൻറ്റ് 0, ഇസഡ് വരുമ്പം ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഈ ഒരു ഫോമിലാണ് നമുക്ക് വരുന്നത്. ഇനി കുറച്ചുകൂടി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എങ്ങനെ വരും? വൈ ഇൻറ്റു എക്സ് ഇൻറ്റു പി plus z is equal to phi dash x plus y plus z into 1 plus p. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഇക്വേഷൻ. y ഇൻറ്റു എക്സ് ഇൻറ്റു പി പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു ഫൈ ഡാഷ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു 1 പ്ലസ് പി. ഇനി രണ്ടാമത് എപ്പോഴും ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ്. എക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്തിലാണ് ചെയ്യേണ്ടത്? വൈയിൽ ചെയ്യുക. പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, അപ്പോൾ വൈയിൽ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കോൺസ്റ്റൻറ്റ് എന്താണ് വരുന്നത്? എക്സ് ആണ്. സോ കോൺസ്റ്റൻറ്റ് ഞാൻ പുറത്തെടുത്തു. നേരത്തെ നമ്മൾ വൈ ആണ് എടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? എക്സ് എടുത്തു. അതിനുശേഷം എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അവിടെ വൈയുടെ ടേം ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഡോ ഇസഡ് ബൈ ഡോ വൈയേ വരുള്ളൂ. പ്ലസ് പിന്നെ വരുന്നത് എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ 1. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ അതാണ് 1 ഈസ് ഇക്വൽ ടു മറ്റേത് ഫൈ ഡാഷ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എക്സ് കോൺസ്റ്റൻറ്റ് 0, വൈ 1 ആണ് വരുന്നത്, പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ. കുറച്ചുകൂടി സിംപ്ലിസിറ്റി ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എഴുതണമെങ്കിൽ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് ഇത് ഞാൻ എടുത്ത് പറയാത്തതാണ്. ഇത് ഈ ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ ഇതിൻ്റെ കുറച്ച് ഫോർമുലാസ് അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടാണ് ഡോ ഇസഡ് ബൈ ഡോ വൈക്കൊക്കെ വാല്യൂ കൊടുക്കുന്നത്. പ്ലസ് 1 ഈസ് ഇക്വൽ ടു ഫൈ ഡാഷ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു 1 പ്ലസ് ക്യൂ. അപ്പം നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇനി വേറൊന്നുമില്ല, ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇക്വേഷൻ 1/2 ചെയ്യുമ്പം ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഇതിൽ ഫൈ ഡാഷിൻ്റെ ടേംസ് എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വരുന്നത് വൈ ഓഫ് എക്സ് പി പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൈ ക്യൂ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ബൈ 1 പ്ലസ് ക്യൂ. ഇനി ഇതിനെ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വൈ ഓഫ് എക്സ് പി പ്ലസ് ഇസഡ് ഇൻറ്റു 1 പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ക്യൂ പ്ലസ് ഇസഡ് ഇൻറ്റു 1 പ്ലസ് പി. ഇനി ഇതിനെ നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പം നമുക്ക് ഈ ഒരു ഫോമുലാണ് കിട്ടുന്നത്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ടേംസ് എലിമിനേറ്റ് ചെയ്ത് കളയുക. എക്സ് വൈ പി ക്യൂ രണ്ടിടത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ടേം എക്സ് വൈ പി
പ്ലസ് വൈ ഇസഡ് പ്ലസ് വൈ ഇസഡ് ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് വൈ ക്യൂ പ്ലസ് എക്സ് ഇസഡ് പ്ലസ് എക്സ് ഇസഡ് പി. അപ്പോൾ ആർബിട്രറി ഫങ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോമാണ്. ഇനി ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. നമുക്ക് ആർബിട്രറി ഫംഗ്ഷൻ എന്തായാലും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. എങ്കിലും ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫോമിലാണ് ഞാനിപ്പം എഴുതിയേക്കുന്നത്.